വിദേശത്തേക്ക് ടൂർ പോകാൻ വലിയ പൈസ വേണം? സാധാരണക്കാരനെ കുഴയ്ക്കുന്ന ഒരു ചോദ്യമാണ്. ഹായ്, ഞാൻ ഫെലിക്സ്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് റിക്വസ്റ്റ് ഉള്ളത്, എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് ഒന്ന് സഹകരിക്കണം, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇവൻ ഉടായിപ്പാണ് എന്നുണ്ടെങ്കിൽ വിട്ടേക്കുക, എങ്കിലും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക പ്ലീസ്. ഇന്ന് കേരളത്തിൽ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ചർച്ച നമ്മുടെ കേരള മുഖ്യമന്ത്രിയുടെ ടൂറുമായി ബന്ധപ്പെട്ടാണ്. അതിൻ്റെ ധാർമ്മികതയെക്കുറിച്ചും അതിൻ്റെ ചെലവിനെക്കുറിച്ചും ഒക്കെയാണ് തർക്കിക്കുന്നത്. നമ്മുടെ CPM-ന്റെ മുതിർന്ന നേതാക്കൾ പറയുന്നു ഇതെല്ലാം പാർട്ടി തീരുമാനിക്കും പോലെയാണ് ഇതൊക്കെ നടക്കുന്നതെന്നാണ്. എന്റെ നാട്ടിലുള്ള ഒരു കർഷക തൊഴിലാളി കുഞ്ഞിക്കണകാരനുണ്ട്, ചൈനയിൽ പോയി വന്നിട്ട് അടുത്ത കാലത്താണ് വന്നത്. ഇപ്പൊ എത്ര കുഞ്ഞിക്കണകാരന്മാർ ചൈനയിൽ പോന്നിട്ട് നിങ്ങള് ഇപ്പൊ ഒരു വിദേശ രാജ്യത്തേക്ക് പോകുന്നതിന് അത്ര വലിയ കാശ് വേണം. ഞാൻ പുലിയാണോ പോത്താണെന്നൊക്കെ അധികം വൈകാതെ തന്നെ നീ അറിയും. പക്ഷെ ചെല്ല ഒരു ചെറിയ കാര്യമുണ്ട്. ഇതിന്റെ രണ്ടിന്റെ പുറയിൽ ഞാൻ നടക്കണ ഒരു സാധനമുണ്ട് കേട്ടോ. മാത്രമല്ല 92,000 രൂപ പെർ മന്ത് വരുമാനമുള്ള ഒരു മുഖ്യമന്ത്രിക്ക് എവിടുന്നാ കാശ് എന്ന് ചോദിക്കുന്നില്ല. എന്തർത്ഥം? അദ്ദേഹത്തിന്റെ ടീം കൂടി കൂട്ടിയാൽ എന്താ 1.25 ലക്ഷം രൂപ എന്തായാലും ഉണ്ടാവും, മുഖ്യമന്ത്രിക്ക് ഉണ്ടാവില്ലേ? അല്ല സഖാവേ, പാർട്ടിയുടെ MLA, MP, മന്ത്രിയൊക്കെ അവരുടെ വരുമാനത്തിന്റെ 50% പാർട്ടി ലഭ്യമായി കൊടുക്കണം, അങ്ങനെ എന്തോ ഒരു നിയമമൊക്കെ ഇല്ലേ? അതുമൊക്കെ വെറും ഉടായിപ്പാണല്ലേ? അയ്യോ, സ്രാവ് കടിച്ച പോലെ കിടക്കുന്നത്. അയ്യോ ചിരിക്കല്ലേ, ഇത് കഴിച്ചു ചിരിച്ചാ പിന്നെ ചിരി നിർത്താൻ പറ്റൂല. ആലയെ നിളക്കിയ പശുവിനെ പോലെ ഈ കുട്ടികളെ പോലെ എന്നാണ് സുധാകരൻ പറഞ്ഞത്. ആ കടന്ന വാക്കിനൊക്കെ മറുപടി ഇല്ലാത്തതല്ല. അതൊക്കെ കളസഖാവേ. നമുക്കറിയില്ലേ, നമ്മുടെ സുധാകരൻ നേതാവിന് പശുവിനോടൊന്നും വലിയ അടുപ്പമില്ലാത്തത് കൊണ്ടാണ്. അദ്ദേഹത്തിന്റെ വീക്ക്നെസ് നമുക്കറിയില്ലേ, പുരാവസ്തുവിനോടാണ്. ഇത് ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ എന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരം വാങ്ങുന്നതിന് പകരം സുധാകരന്റെ അംഗീകാരം വാങ്ങേണ്ടതുണ്ടോ? പാർട്ടിന്റെ അംഗീകാരം വാങ്ങിയതിന് പുറമെ സുധാകരന്റെ അംഗീകാരം വാങ്ങേണ്ടതുണ്ടോ? എന്റെ കയ്യിൽ നിന്ന് കാശെടുത്തുകൊണ്ട് ഒരു സ്വകാര്യ സന്ദർശനം നടത്തുന്നു, അതിന് വേറെ ആരുടെയെങ്കിലും അംഗീകാരം വേണം? നമ്മുടെ EP സഖാവ് പറഞ്ഞത് ഈ ക്രിസ്റ്റൽ ക്ലിയറിനെ കുറിച്ചൊന്നും അദ്ദേഹം പറഞ്ഞില്ല. പൈസ കൊടുത്തവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, അനുവാദം വാങ്ങിച്ചിട്ടുണ്ട്, പോയിട്ടുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ എക്സ്ട്രാ പറഞ്ഞത് അദ്ദേഹത്തിനോട് മുഖ്യ എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടാണ് പോയെന്നാണ് പറഞ്ഞത്. എനിക്കറിയാം, ഞാൻ അദ്ദേഹത്തോട് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു, കാര്യങ്ങൾ പോകുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ അതുമൊക്കെ ഒരു നമ്പർ ആയിരുന്നു അല്ലേ? മുഖ്യം പോയപ്പോ ബാലൻ സഖാവിനോടും എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടാണ് പോയത് അല്ലെ? അതാ നമ്മുടെ പ്രിയങ്കരനായ ബാലെത്തി കഴിഞ്ഞു. എന്നാലും എന്റെ ബാല, ഇത്രയും നല്ല വെടിമരുന്ന് കയ്യിലുണ്ടായിട്ടും ഒരിക്കൽ പോലും താഴ്ന്ന് പൊട്ടിച്ചില്ലല്ലോ. അടുത്ത ചോദ്യം വരൂ, ഏത് ഹോട്ടലിലാണ് താമസിച്ചത്? ഡബിൾ റൂമാണോ അല്ല സിംഗിൾ റൂമാണോ? ഇവരൊക്കെ ഒന്നായിട്ടാണോ താമസിച്ചത്? ഇതിനൊക്കെ മറുപടി പറയാൻ ആരെയാ കിട്ടാന്ന്? അല്ലേ തന്നെ അണ്ണന് വയറിറച്ചും ബുദ്ധി തന്നെ. അല്ല സഖാവേ, നിങ്ങളെയൊക്കെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു MLA, MP, മന്ത്രിയൊക്കെ ആക്കിയ ആ ജനങ്ങള് ഈ MLA, MP, മന്ത്രിയും ഒക്കെ എങ്ങോട്ടെങ്കിലും പോയാൽ അവരെ ഒന്ന് വിവരമറിയിക്കേണ്ട ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലേ സഖാവേ? നിങ്ങളൊക്കെ ഈ മൂത്തുപോയ നേതാക്കളാണ്. ഇനിയിപ്പോൾ MLA സീറ്റ് കിട്ടുമോ, അധികാരം ഉണ്ടാകുമോ എന്നൊക്കെ തന്നെ സംശയമാണ്. ആ നിങ്ങളൊക്കെ മാധ്യമങ്ങളുടെ മുൻപിൽ വന്നു നിന്ന് ജനത്തിന് പുല്ലുവില എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ ചെറുപ്പക്കാരായ സഖാക്കളുടെ വഴി മുട്ടിപ്പോകില്ലേ സഖാവേ? ചോരത്തിളപ്പിന്റെ പ്രതീകം, ഭക്തിക്ക് പ്രതീക്ഷയുമായ നമ്മുടെ DP നേതാവ് ആർഷോ രാജ്യസഭ ആയതുകൊണ്ട് യോഗ്യത കിട്ടി MP ആയ താൻ വിടുവായിത്വമാണ് പറയുന്നതെന്ന് തിരിച്ചറിവില്ലാത്ത നമ്മുടെ റഹീം ഇവിടെ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടത് ഒരു പച്ചക്കള്ളം കൂടി ഞാൻ പറയാം. സച്ചിൻ ദേവ് കയറി ആ വാഹനത്തിൽ നിന്ന് എല്ലാവരെയും ഇറക്കി വിട്ടു. ശുദ്ധ നുണയാണ്. അയാൾ കയറിയിട്ട് ആവശ്യപ്പെട്ടത് എനിക്ക് കൂടി ഒരു ടിക്കറ്റ് ഇതാ, വണ്ടി നേരെ ഡിപ്പോയിലേക്ക് പോട്ടെ, ഇതാണ് അയാൾ ആവശ്യപ്പെട്ടത്. ദിവസങ്ങളായി ഈ നാട്ടുകാരെ മുഴുവൻ നീ വിഡ്ഢികളാക്കായിരുന്ന വിശേഷം എല്ലാവരും അറിയട്ടെ. എട്ടച്ചങ്കന്മാർ വേറെയും പാർട്ടിയിലുണ്ടെന്ന് കൂടെ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന വാഗ്ധോരണി കൊണ്ട് സ്വന്തം അനുയായികളെ കൊണ്ടുപോലും അയ്യേ എന്നു പറയിപ്പിക്കുന്ന നമ്മുടെ സ്വന്തം M സ്വരാജ്. KSRTC ഡ്രൈവർ എന്ന് പറഞ്ഞാൽ അവന്റെ പേരൊന്നും ഈ മൈക്കിലൂടെ പറയാനേ പറ്റില്ല നമ്മുടെ പോലൊരു യോഗത്തിൽ. അത്ര നികൃഷ്ടനായ ഒരാൾ. അവരെ സംബന്ധിച്ചുള്ള കേസുകൾ, ആ കേസുകളും അത്തരത്തിലുള്ളത്. അങ്ങനെയെല്ലാമുള്ള ഒരു അഖില ലോക അലവലാതി റോഡിൽ
പുറകിൽ വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാതെ സർക്കസ് കാണിക്കുന്നു. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? ഇനി നമ്മുടെ ചെറുപ്പക്കാരുടെ ആവേശം. ഒരു വീടിയുണ്ടോ സഖാവെ ഒരു തീപ്പെട്ടി എടുക്കാനെന്ന് ചോദിച്ചാൽ മരുന്നില്ലെങ്കിൽ എന്താ സഖാവെ ഒരു പൊതിച്ചോറുണ്ടല്ലോ എന്ന് ഉരുളയ്ക്ക് പേരി പോലെ പറയുന്ന നമ്മുടെ സ്വന്തം ചിന്താ ജെറോ. മെഡിക്കൽ കോളേജിലേക്കാണ് എഴുതുന്നത്. അവിടെ പാരസിറ്റമോൾ ഇൻഫ്യൂഷനോ ഡൈക്ലോഫിനാക്കിന്റെ ഇഞ്ചക്ഷനോ ഐ വി സെറ്റ് പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഉള്ളത്. ചിന്താ ജെറോമിന് ഇംഗ്ലീഷിലാണെങ്കിലോ അപാര പാണ്ഡിത്യം. യവണ്ടല്ല, യവ ഇങ്ങനെ ഇരിക്കണം എന്നും വിചാരിക്കണ്ട. നല്ല ഞെരിപ്പായിട്ട് ഇംഗ്ലീഷ് പറയും. MBBS ആണ്. MBBS അല്ല, MBA. എന്തരേലും ആയിക്കൊണ്ട് പോട്ടടേ, പറയണ ഇംഗ്ലീഷ് തന്നെയല്ലേ. Actually, what is politics? Politics, I think politics is the art of changing impossible things of today to the possible things of tomorrow. അതാണ് CPM-ന്റെ വലുതും ചെറുതുമായ നേതാക്കളൊക്കെ ഇങ്ങനെ വന്നിരുന്ന് തുറന്ന് ഈ രാജ്യത്തിൻ്റെ ഇങ്ങി തെക്കേ അറ്റത്ത് കേരളത്തിലൊരു പൊട്ടുപോലെയായി CPM. കഴിഞ്ഞ രണ്ടാം ഊഴത്തിന് CPM-ന് അധികാരം കിട്ടാൻ കൊറോണ ഒരു സഹായമായിരുന്നു. ഇപ്രാവശ്യം എന്ത് വെടിക്കെട്ടുണ്ടായാലും അതിനൊരു സാധ്യതയും കാണുന്നില്ലല്ലോ സഖാവെ. ചട്ടമ്പി വീണ ചട്ടിയില കഞ്ഞി, പിന്നെ തെണ്ടി കഞ്ഞി കുടിക്കണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.